കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മതി കേട്ടോ. ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന ഈ പച്ച ചീര വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഇളയ ഇലകളും ചെറിയ തണ്ടൊക്കെ എടുക്കാം കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കണ്ട. ഹൈപ്പും കൂടി ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ചീരയിലെ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ടിത് ഇളയ തണ്ടാണെന്ന് വെച്ചാൽ അതും കൂടി ചേർത്ത് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പരിപ്പാണ്. സാമ്പാർ പരിപ്പാണ് എടുത്തത്. ഇതാവുമ്പോൾ നല്ലൊരു രുചി കിട്ടും കേട്ടോ. കട്ടി കുറവാണ്. കുക്കറിലിട്ടൊന്ന് വേവിച്ചു. നല്ലപോലെ ഉടച്ചിട്ടൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചീരയുടെ കൂടെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനും കൂടി കിട്ടണം. അപ്പോൾ നല്ലൊരു രുചി കിട്ടും. ഇനി ആ പരിപ്പിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടു. ഇത് മൂക്കാത്ത മുളകാണ്, എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഇട്ടത്. എന്നാലും എരിവിന് പച്ചമുളക് തന്നെ ഇടണം കേട്ടോ. മുളക് പൊടി ചേർക്കണ്ട ഈ കറിക്ക്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും തണ്ടും എല്ലാം കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. മൂപ്പേറിയതാണെന്ന് വെച്ചാൽ ആദ്യം ഇട്ടിട്ടൊന്ന് വേവിക്കണം. എല്ലാം ഒരേപോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരല്പം പോലും മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല. പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് ഈ കറിക്ക്. അതാണ് ഇതിന് സ്വാദും ഗുണവും. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തു. പരിപ്പും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിന് കണക്കാക്കിയിട്ടാണ് ഇട്ടത് കേട്ടോ. ഒന്ന് തിളച്ച് വന്നു. ഒന്ന് അടച്ച് വെച്ചിട്ട് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. കൂടുതൽ അങ്ങ് വേവിക്കരുത് കേട്ടോ. കുക്കറിലൊന്നും ചീരയൊന്നും ഇടാൻ പാടില്ല. ഒന്ന് വെന്ത് വന്നാൽ മതി, പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയിട്ട്. അതാണ് അതിൻ്റെ ഗുണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചപ്പോൾ ഒരല്പം തേങ്ങ അരച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയൊക്കെ ചേർത്താൽ മതി, പരിപ്പും ചേർത്തതല്ലേ. പരിപ്പ് നല്ലപോലെ ഉടച്ചിട്ടില്ല. ചെറിയതായിട്ടൊക്കെ കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ. കറിയുടെ സ്വാദ് അതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നന്നായിട്ടൊന്ന് തിളച്ച് പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി ചീരയൊക്കെ വെന്തോ. ഇനി നമുക്കിതൊന്ന് സ്വാദ് കൂട്ടാൻ നല്ലൊരു വറവും കൂടി ഇടണം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും നൈസായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചതോ ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ച് നമുക്കിതിലേക്ക് ചേർക്കണം കേട്ടോ. ഇതേപോലെ തന്നെ ചേർക്കണം. അപ്പോഴാണ് ഈ ഇലക്കറിക്കൊരു സ്വാദ് കൂടുതൽ കാണുന്നത്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്താൽ മതി. സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.